ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഫിബ് ടൂള് വെച്ചിട്ട് നമുക്ക് ട്രേഡിൽ എങ്ങനെ എൻട്രി എടുക്കണമെന്ന് ഞാനൊരു ഡെമോ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ ചാർട്ട് നിഫ്റ്റി ഇൻഡെക്സിൻ്റെ ചാർട്ടാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്കറിയാം 9:15 മാർക്കറ്റ് ഓപ്പൺ ആയി ശേഷം ഓക്കെ ഈ ഒരു ഹാഫ് നോക്കി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത്രയും ഹാഫ് ആക്കി തന്നെ മാർക്കറ്റ് നല്ലൊരു രീതിയിൽ അപ് ട്രെൻഡ് കാണിക്കുന്നു അല്ലേ. കയറി ഇറങ്ങി ഹൈ ലോ ക്രിയേറ്റ് ചെയ്ത് നല്ല രീതിയിൽ അപ് ട്രെൻഡ് ആകുമ്പോൾ അതായത് ഒരു 10 മണി വരെ ഹൈലി ബുള്ളിഷ് ആയിട്ട് കാണുന്നു. ശേഷം മാർക്കറ്റ് എന്ത് ചെയ്യുന്നു, കൺസോളിഡേറ്റ് ചെയ്യുന്നു അല്ലേ. ഈ ഒരു ഏരിയയിൽ വീണ്ടും കൺസോളിഡേറ്റ് ചെയ്തു, വീണ്ടും അപ് ട്രെൻഡ് പോകുന്നു. അപ്പം നമ്മളെ സംബന്ധിച്ച് ഏകദേശം ഒരു 10-11 മണി ആകുമ്പോഴത്തേനും നമുക്ക് എന്ത് കിട്ടി, മാർക്കറ്റിന്റെ വ്യൂ ഏകദേശം ബുള്ളിഷ് ആണെന്നുള്ള ഒരു രീതിയിൽ നമുക്ക് വ്യൂ കിട്ടുവാണെങ്കിൽ ഓക്കെ, അപ്പോൾ അങ്ങനെ ഡയറക്ഷണൽ ട്രേഡേഴ്സ് എന്ത് ചെയ്യും, ദേ വിൽ ഗോ ഫോർ ദി അപ്സൈഡ് മോർ. അപ്പം ഇനി മാർക്കറ്റ് ഹൈ ആകാൻ പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്യും. അല്ലെങ്കിൽ ഈ ചാർട്ട് നമ്മൾ ജസ്റ്റ് 1 ഹവറിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും കാണിക്കുന്നത്, വെരി സിമ്പിൾ, ഇറ്റ്സ് എ അപ് ട്രെൻഡ് അല്ലേ. ആ ഒരു ദിവസം എൻ്റെ പ്രീവിയസ് ഡേയിലെല്ലാം മാർക്കറ്റ് ബുള്ളിഷ് ആയിട്ട്, അപ്പം മാർക്കറ്റ് ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് ആണ് അല്ലേ, അതായത് 26,230. അപ്പം മാർക്കറ്റ് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പം അന്നത്തെ ദിവസത്തെ ഡയറക്ഷൻ ഏകദേശം ട്രേഡേഴ്സ് എല്ലാം അപ് ട്രെൻഡ് ആയിരിക്കും. ചിലർക്ക് റിവേഴ്സ് കാണും, അത് ഓരോരുത്തരെ ട്രേഡിംഗ് സ്റ്റൈലിനെ ഡിപ്പെൻഡ് ചെയ്യും. ചിലർ സ്കാൽപ്പ് ചെയ്തെടുക്കും. അപ്പം ഈ ഒരു ട്രേഡിൽ നമ്മൾ കൂടുതലും അപ് ട്രെൻഡ് ആണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഓക്കെ, ഞാൻ ഇതിന്റെ ഈ ട്രേഡ് ചാർട്ട് കാണുമ്പോൾ ഇനി അത് അപ് ട്രെൻഡ് പോകും എന്ന് പറയാൻ വന്നതല്ല ഞാൻ ഈ വീഡിയോയിൽ, മറിച്ച് ഈ ഒരു ചാർട്ടിൽ നമുക്ക് എവിടെ ഇപ്പം അപ് ട്രെൻഡ് ആണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം എന്നത് സിമ്പിളായിട്ട് നമുക്ക് ഫിബ് ടൂൾ വെച്ചിട്ട് നമുക്കത് എൻട്രി അനലൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാർട്ട് നമ്മൾ രാവിലെ 9:15 ഇവിടെ ഒരു അപ് ട്രെൻഡ് വന്നു, വീണ്ടും താഴോട്ട് വരുന്നു, ഇങ്ങനെ ഹൈ ലോ വരുമ്പം ഈ ലോ എവിടെ വരാം, അതായത് ഈ ലോവർ ലോ ഉണ്ട്, ഈ ലോവർ ലോ നമുക്ക് ഇപ്പം ഉദാഹരണമായിട്ട് നമ്മൾ ഇവിടെ എൻട്രി എടുത്തു ഈ ഒരു പോയിന്റിൽ, ഞാനിതെല്ലാം ഡിലീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അതായത് നമ്മൾ ഇവിടെ എൻട്രി എടുത്തു. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും, മാർക്കറ്റ് താഴോട്ട് വന്നു, അപ്പോൾ നമ്മൾ എക്സിറ്റ് അടിക്കും അല്ലേ. പിന്നെ മാർക്കറ്റ് മേലോട്ട് പോകുമ്പോൾ നമ്മൾ റിഗ്രറ്റ് അടിക്കും, വീണ്ടും നമ്മൾ അപ് ട്രെൻഡായി പച്ച കണ്ടു. ഓക്കെ, അപ്പോൾ നമ്മളത് ഇവിടെ വെച്ച് നമ്മൾ എൻട്രി എടുത്തു, ചിലപ്പോൾ അത് കയറിപ്പോകും, കുറച്ച് മുമ്പ് താഴോട്ട് വരുമ്പോഴത്തേനും നമ്മൾ ഒന്ന് പാനിക്കാകുമ്പം ചിലപ്പോൾ ഇത് താഴോട്ട് കണ്ടിന്യൂസ് ആയിട്ട് വരുമോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യും. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത ശേഷം കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ എൻട്രി പ്രൈസിനൊക്കെ കൂടുതൽ നമ്മുടെ ഓപ്ഷൻസോ അല്ലെങ്കിൽ പ്രീമിയോ ഒക്കെ ട്രേഡ് ചെയ്യുന്ന കാണാം. അപ്പം നമ്മളെ സംബന്ധിച്ച് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നു, മാർക്കറ്റ് വീണ്ടും നമ്മൾ ഉദ്ദേശിച്ച ഡയറക്ഷനിൽ പോകുന്നു. ഇതാണ് എല്ലാ ട്രേഡേഴ്സും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നം. അപ്പം നമുക്കിത് സിമ്പിളായിട്ട് നമ്മൾ എടുക്കുന്ന എൻട്രി പോയിന്റ് ഷാർപ്പായിരിക്കണം അല്ലേ. അപ്പം അത് നമുക്ക് എങ്ങനെ കണ്ടെത്താം എന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഞാൻ വോളിയം ഒന്ന് ആഡ് ചെയ്യട്ടെ. ഓക്കെ, ഇതിൽ കിട്ടുന്നില്ല. ഓക്കെ, ഇത് പ്രീവിയസ് ചാർട്ട് ആയിട്ടാണ് തോന്നുന്നു. ഓക്കെ, അതുപോലെ ഞാനിത് ആപ്പ് സ്റ്റോക്സിന്റെ പ്ലാറ്റ്ഫോമാണ് ഉപയോഗിക്കുന്നത്, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. ഓക്കെ, ഞാനിവിടെ ഈ ഫിബ് റീട്രേസ്മെന്റ് ടൂൾ കണ്ടോ, ഇവിടെ വരിക, ഫിബ് റീട്രേസ്മെന്റ് ടൂൾ എടുക്കുക. ഈ ഒരു ടൂൾ വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് എൻട്രി നമുക്ക് കണ്ടെത്താം. അതായത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു മാർക്കറ്റിന്റെ ലോവർ ലോ കണ്ടോ, ഈ ഒരു ലോ വരയ്ക്കുക. എന്നിട്ട് നിങ്ങൾ എവിടെയാണോ ട്രേഡ് ചെയ്യുന്നത് മാർക്കറ്റിൽ, നമ്മളിപ്പം ഈ ഒരു ഓക്കെ ഞാനിപ്പോൾ ഈ ഒരു പോയിന്റ് വെച്ചേക്കാം, കാരണം ഞാൻ ഈ ഒരു 12 മണി ആയപ്പോഴാണ് എനിക്ക് എൻട്രി എടുക്കാൻ തോന്നുന്നത്. ഓക്കെ, 12 മണി 1 മണി ആ സമയത്താണ് എനിക്ക് എൻട്രി എടുക്കാൻ തോന്നുന്നതെങ്കിൽ അപ്പം ബാക്കി ഡയറക്ഷൻ എങ്ങോട്ട് പോകുന്ന എനിക്ക് അറിയില്ലല്ലോ. അപ്പം എന്നെ സംബന്ധിച്ച് മാർക്കറ്റ് പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ. അപ്പം അങ്ങനെ വരുമ്പോൾ എങ്ങനെ നമ്മൾ ഇതിന്റെ ഹൈ വരെ വരയ്ക്കും. അപ്പം ശേഷം ഇങ്ങോട്ടുള്ള ചാർട്ട് എങ്ങോട്ട് പോകുന്ന നമുക്ക് അറിയില്ലല്ലോ. നമ്മളൊരു ഹൈ വന്ന് വീണ്ടും ലോ വരുന്നു, അപ്പം നമുക്ക് എവിടെ വെച്ച് നമുക്ക് എൻട്രി എടുക്കാം. ഓക്കെ, അപ്പം നമ്മളെ സംബന്ധിച്ച് ഈ ഫിബ് ടൂളിന്റെ നമ്മൾ ലോവർ ലോയിൽ നിന്ന് ഹയർ ഹൈ വരെ നമ്മൾ വരച്ചു. അപ്പം നമ്മളെ സംബന്ധിച്ച് എൻട്രി എന്ന് പറയുന്നത് കണ്ടോ ഈ ഒരു ചാർട്ട്. അപ്പം ഞാനിപ്പോൾ ഹൈഡ് ചെയ്ത് കാണിക്കാം.
ഓക്കെ, ഇത്ര ഞാൻ ഹൈഡ് ചെയ്തു. ഓക്കെ, ഫിബ് ടൂൾ ഞാൻ വരച്ചിട്ടുമുണ്ട്. ഓക്കെ, അപ്പം ചാർട്ട് ഇവിടം വരെ വന്നു അല്ലേ? നോക്കിയേ. അപ്പം ഈ ഒരു ചാർട്ടിൽ ഇനി നമുക്ക് ഇവിടെ വെച്ച് എൻട്രി എടുക്കണോ? അതായത് ഈ ഒരു പോയിന്റിൽ വേണോ? ഇല്ല, എൻട്രി എടുക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ എൻട്രി എടുത്ത ശേഷം നമ്മൾ ചിലപ്പോൾ അപ് ട്രെൻഡ് ആയിരിക്കും പ്രതീക്ഷിക്കുന്നത്, പക്ഷേ എൻട്രി എടുത്ത ശേഷം താഴോട്ട് വന്നാലോ? അപ്പം താഴോട്ട് വന്നാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളൊരു 250 രൂപ അല്ലെങ്കിൽ 350 രൂപയുടെ പ്രീമിയത്തിലാണ് വാങ്ങുന്നതെങ്കിൽ ആ ഒരു പോയിന്റ്സ് താഴോട്ട് വരുമ്പോഴത്തേനും ഒരു 10-30 പോയിന്റ് വീതം നമ്മൾ ചിലപ്പോൾ പാനിക്കായിട്ട് ചിലപ്പോൾ എക്സിറ്റ് അടിക്കും. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ അതനുസരിച്ചുള്ള ലോട്ട് സൈസ് കുറയ്ക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് വലിയ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ അതിനനുസരിച്ചുള്ള ടാർഗറ്റ് കിട്ടണം, എങ്കിലേ നമുക്ക് റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അത് എപ്പോഴും നമുക്ക് കിട്ടണമെന്നില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളിങ്ങനെ ഫിബ് ടൂൾ വരച്ച് കഴിയുമ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈ ഫിബ് ടൂൾ വെച്ചിട്ട് നമുക്ക് എൻട്രി എടുക്കാനാണെങ്കിൽ നമുക്ക് ഈ ഒരു ഹയർ ഹൈന്ന് ഈ ഒരു ലോവർ ലോ, അതായത് 0.2% ഈ ഒരു പോയിന്റിൽ എൻട്രി വരുവാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് അവിടുന്ന് ഒരു എൻട്രി എടുക്കാം. കാരണം അവിടുന്ന് ഒരു ബൗൺസ് ബാക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. ഇനി അത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാൻ നമ്മൾ എലോ കൊടുക്കുക. പക്ഷേ വീണ്ടും നമ്മളൊന്ന് ഓർക്കുക, ഈ ഫിബ്രൈനിൻ്റെ താഴോട്ട് വരും തോറും ഇതിൻ്റെ ഈ ഒരു സപ്പോർട്ട് എന്നല്ല, ഈ ലിക്വിഡിറ്റി സീപ്പ് ചെയ്ത് കയറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ റിപ്ലൈ ആയിട്ട് കാണിക്കാം. ഇപ്പം ഞാൻ ഇവിടെ വെച്ച് ഞാനൊരു എൻട്രി എടുക്കുക. നമുക്ക് ബൈ ലോ കാണിച്ചു തരാം ഞാൻ. ഓക്കെ, ഞാൻ ഇവിടെ വെച്ചൊരു എൻട്രി എടുത്തു, കണ്ടോ? ലോസ് ആയി. ഇപ്പോൾ പ്രോഫിറ്റ് ആയി. ഓക്കെ, നമുക്ക് നോക്കാം എന്ത് സംഭവിക്കും. ഉണ്ടോ? ഇച്ചിരി ഞാൻ സ്പീഡ് കൂട്ടാം, 2x ഇടാം. ഓക്കെ, കണ്ടോ? അപ്പം നമ്മൾ കണ്ടോ ഇപ്പോൾ ലോസ് വരുന്നു. ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, ഈ ഒരു പ്രാവശ്യം ലക്കിലി കിട്ടി. ഇത് വീണ്ടും കയറി പോകുന്ന വരെയുള്ള പ്രതീക്ഷ ഞാൻ നിൽക്കുക. ഓക്കെ, അപ്പം തന്നെ മാർക്കറ്റ് താഴോട്ട് വരുന്നു. ഓക്കെ, നമുക്ക് ഓൾറെഡി ചാർട്ട് അറിയാം, ചാർട്ട് താഴോട്ടാണ്, നമുക്ക് നോക്കാം. ഓക്കെ, എന്നെ സംബന്ധിച്ച് ഫിബ് ടൂൾ വെച്ചിട്ടാണെങ്കിൽ ഞാൻ എവിടെ നിന്ന് എൻട്രി എടുക്കണം? ഐ ഹാവ് ടു ടേക്ക് ദി എൻട്രി ഫ്രം 26,256 ആ ഒരു ലെവലിൽ നിന്ന് വേണം ഞാൻ എൻട്രി എടുക്കാൻ. ഓക്കെ, അല്ലാതെ ഞാൻ എൻട്രി എടുത്തപ്പോൾ ഉള്ള ഒരു അവസ്ഥയാണ് കാണുന്നത്. ഓക്കെ, താഴോട്ട് വന്നു, കണ്ടോ? ഇപ്പോൾ ലോസിലോട്ടായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ഇങ്ങനെ വരുമ്പോഴത്തേനും ഞാൻ എക്സിറ്റ് അടിക്കും. അപ്പോൾ ഞാൻ ഇവിടെ കണ്ടോ, ഇവിടെ വെച്ചാണ് മാർക്കറ്റ് റിവേഴ്സ്. അതായത് ഈ ഒരു പോയിന്റിന്റെ അടുത്ത് എത്തിയപ്പോഴത്തേനും തന്നെ മാർക്കറ്റ് ഹൈലി റിവേഴ്സ് ആയി. കാരണം ഈ ഒരു ഏരിയയിൽ ബയ്യേഴ്സ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അറിയാം, കണ്ടോ? 55 രൂപ, 55 അല്ല, നമുക്ക് അത്രയും പോയിന്റ്സ് നമ്മൾ നോക്കിയാൽ മതി. അപ്പം ഇനി നമ്മൾ ഈ ഫിബ് ടൂൾ നമുക്ക് വേറെ ചാർട്ടിലൂടെ വെക്കാം. നിഫ്റ്റി അല്ലാതെ ഞാൻ ഇപ്പം ഏതാ സെൻസെക്സ് നോക്കാം. ഓക്കെ, സെൻസെക്സും സെയിം ചാർട്ട് തന്നെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ വേറെ നമുക്ക് സ്റ്റോക്ക് വല്ല നോക്കാം. സ്റ്റോക്ക് ആണെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നോക്കാം. ഇറ്റ്സ് ഓൾമോസ്റ്റ് സിമിലർ ടു നിഫ്റ്റി. അപ്പോൾ അതും പറ്റില്ല. നമുക്ക് വേറെ ഏതെങ്കിലും ഉള്ളത് IRS, ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ. ഓൾമോസ്റ്റ് ഓക്കെ, ഇതിലും നമുക്കൊന്നും കാണുന്നില്ല. ഓക്കെ, ഇത് ഞാനൊരു സിങ് ട്രേഡിങ്. ഓക്കെ, ഈ IRSൽ ഞാനൊരു സിങ് ട്രേഡിങ്ങിൻ്റെ ഒരു ടൂൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അതിന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഡെയിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഡെയിലോട്ട് കൺവേർട്ട് ചെയ്തേ. ഓക്കെ, അപ്പം ഡെയിലോട്ട് കൺവേർട്ട് ചെയ്ത ശേഷം ഇതിൻ്റെ ഹയർ ഹൈ എന്ന് പറയുന്നത് ഇതാണ്. ഇത് മൊത്തം മാറിപ്പോയോ? വീക്കായിപ്പോയി. ഓക്കെ, 1 ഡേ.
ഓക്കെ. ഇതിൻ്റെ ഈ ഒരു ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ്റെ ഇതാണ് ഹയർ ഹൈ. അപ്പം ലോവർ ലോയോ? ഇതല്ലേ ലോവർ ലോ അല്ലേ? ഈ ഒരു പോയിന്റ് നമ്മൾ അടയാളപ്പെടുത്തണം. അപ്പം നമ്മളെ സംബന്ധിച്ച് ഈ ഒരു ലോവർ ലോ പോയിന്റ് സീപ്പ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എൻട്രി എടുക്കാം. ഇനി നമുക്ക് വേറൊരു, ഞാൻ ഫിബ് ടൂൾ വെച്ചിട്ട് ഇതിൽ പല എൻട്രി സെറ്റപ്പ് കാണിച്ചു തരാം. ഓക്കെ, അതായത് ഈ ലോവർ ലോയുടെ ഓക്കെ, ഇതാണ് ഹയർ ഹൈ, ഏറ്റവും ഹയസ്റ്റ് ഹൈ, സോറി ഹയർ ഹൈ എന്നല്ല, ഏറ്റവും ഹയസ്റ്റ് ഹൈ ഇതാണ്, ഏറ്റവും ലോവസ്റ്റ് ലോ ഇതാണ്. ഓക്കെ, അപ്പം ഈ ലോവസ്റ്റ് ലോയിൽ നിന്ന് നമ്മൾ ഹയർ ഹൈ വരെ വരച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് വിവിധ സോണുകൾ കിട്ടി അല്ലേ? ഇനി നിങ്ങൾ നോക്കിയേ, ഈ ഒരു ചാർട്ടിൽ നമ്മൾ ഇപ്പം ഇവിടെ ലോവർ ലോ ഹൈ, അപ്പം നമ്മൾ ഇവിടെ വെച്ച് നമ്മൾ ഈ ചാർട്ട് ഇവിടെ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് എൻട്രി എടുക്കുക സംബന്ധിച്ച് എന്ത് കാണാൻ സാധിക്കും നമുക്ക് നോക്കാം. കണ്ടോ, ഈ ഒരു ലെവൽ റെസ്പെക്ട് ചെയ്യുന്നില്ലേ ഈ 0.6 എന്നുള്ള, ശേഷം 0.7 വന്നിട്ട് ശേഷം ഒരു ബൗൺസ് ബാക്ക് വന്നു. അപ്പോൾ ആ ഒരു ബൗൺസ് ബാക്കിൽ നമുക്ക് എൻട്രി എടുക്കാം. പിന്നെ കണ്ടോ, അടുത്ത് 0.7 വീണ്ടും ബൗൺസ് ബാക്ക് വന്നു, വീണ്ടും 0.6 വരെ വന്നിട്ട് കണ്ടോ, നമുക്ക് ആ ചെറിയ ടാർഗറ്റ് വെക്കാം. 0.6 വരെ വന്നിട്ട് കണ്ടോ കയറി പോകുന്നു, പിന്നെ അത് ബ്രേക്ക് ആവുന്നു, ബ്രേക്ക് ചെയ്ത ശേഷം അത് ബ്രേക്ക് ഫെയിൽഡ് ആവുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു റേഞ്ചിൽ തന്നെ നിൽക്കുക. അപ്പോൾ ഈ ഒരു സോൺ നല്ല സപ്പോർട്ടീവാണ്. പക്ഷെ നമ്മുടെ മെയിൻ സപ്പോർട്ടീവ് ഏരിയ എന്ന് പറയുന്നത് ഈ ഏറ്റവും ലോവർ ലോ ആണ്, അതായത് 1 എന്നുള്ള ആ ഏരിയയിലോട്ട് വന്നിട്ടില്ല. അപ്പോൾ ആ ഏരിയയിലോട്ട് വരുമ്പോൾ കണ്ടോ, നമ്മുടെ ഏറ്റവും ലോവർ ലോ വന്നപ്പോഴത്തേനും മാർക്കറ്റ് അത് ബ്രേക്ക് ആയി, ഫേക്ക് ബ്രേക്ക് ഔട്ട് തന്നിരുന്നു. ശേഷം മാർക്കറ്റ് എന്ത് ചെയ്യുന്നു കണ്ടോ, തിരിച്ചു കയറുന്നു. അപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് വേണമെങ്കിൽ ഏറ്റവും ലോവർ പ്രൈസിൽ നമുക്ക് എൻട്രി എടുക്കാം, സ്വിംഗ് ട്രേഡിംഗ്. ഓക്കെ, നോട്ട് ഫോർ ദി ഇൻട്രാഡേ. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം എന്ത് സംഭവിക്കുന്നു. ആ ലോവർ ലോ 2, 3, 4 പ്രാവശ്യം ടെസ്റ്റ് ചെയ്യുന്നു. ശേഷം കണ്ടോ, അടുത്ത ടാർഗറ്റ് 0.7 വരുന്നു, അവിടുന്ന് താഴോട്ട് വരുന്നു. ഇനി അടുത്ത ടാർഗറ്റായ 0.6 വരെ എത്തുമോ നോക്കാം. ഓക്കെ, ഈ ഒരു ടാർഗറ്റ് വെയിറ്റ് ഇവിടെ വരുമ്പോൾ എന്ത് റിയാക്ഷൻ വരും ചെക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു ഇവിടുന്ന് ഒരു പൈ കൊടുത്തു. ഓക്കെ, 2, 3, 4, 5 ഓക്കെ. ഓക്കെ, അപ്പോൾ എന്നെ സംബന്ധിച്ച് ടാർഗറ്റ് എന്ന് പറയുന്നത് എവിടെയാണ്, ഇതൊരു ടാർഗറ്റാണ് 0.7. കാരണം ഞാൻ ഈ ഓൾമോസ്റ്റ് ഈ ലോവർ ലോയിൽ നിന്നാണ് ബൈ ചെയ്തത്. ഇവിടെ വരുമ്പോൾ ഞാനൊന്ന് എക്സിറ്റ് അടിക്കാം. ഇപ്പോൾ സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ ഒരു മെത്തേഡാണിത്. ഓക്കെ, ഇത് വീണ്ടും താഴോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് പാനിക് ആവും. ഓക്കെ, കണ്ടോ, അവിടെ നിന്ന് കണ്ടോ, ഓക്കെ, പെട്ടെന്നാണ് ബൗൺസ് ബാക്ക് വരുന്നത്. ഓക്കെ, അപ്പം അത് ക്ലോസ് ആയി. ഓക്കെ, നമ്മുടെ ടാർഗറ്റ് വന്നു, അതാണ് അത് ക്ലോസ് ആയത്. കണ്ടോ, ഈ ഞാൻ എൻട്രി പറഞ്ഞത് എവിടെ നിന്നാണ്, ഈ ലോവർ ലോയിൽ നിന്ന്. അപ്പം നമുക്ക് നെക്സ്റ്റ് ടാർഗറ്റ് ആയിട്ട് 0.7 വെക്കാം. 0.7 വെക്കുമ്പോൾ അതിൻ്റെ അടുത്ത് വരെ വന്നിട്ട് മാർക്കാം. അപ്പോൾ ഏകദേശം ഇത്രയും പോയിന്റ്സ്, അതായത് 114-15 രൂപയിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു 136 പോയിന്റ് വരെ വന്നു. 140 ആണ് എക്സാക്ട് ടാർഗറ്റ്, ബട്ട് അതിൻ്റെ തൊട്ട് താഴെ വരെ വന്നു അല്ലേ. ഇനി നമുക്ക് ഇത് 2-3 പ്രാവശ്യം ബ്രേക്ക് ചെയ്യുമ്പോൾ അടുത്ത ഈ 140 എൻട്രി എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ 157 വെച്ച് സ്വിംഗ് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പം ഇതാണ് ഈ ഫിബ് ടൂൾ എന്ന് പറയുന്നത്. ഫിബ് ടൂൾ ഇത്രയും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടൂളാണ്. ഇത് കൃത്യമായിട്ട് വരയ്ക്കാൻ പഠിക്കണം. അതുപോലെ തന്നെ വരയ്ക്കാന്ന് വെച്ചാൽ ആ ഫിക്സ് ആയിട്ട് എവിടെയാണ് ലോവർ ലോ ഹയർ ഹൈ കൃത്യമായിട്ട് വെച്ച് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് സ്വിംഗ് ട്രേഡിങ്ങിന് ഇൻട്രാഡേ ട്രേഡിങ്ങിന് വളരെ യൂസ്ഫുൾ ആണ്. വീഡിയോ കുറച്ച് ലെങ്തി ആയിപ്പോയി, ഐ ആം സോറി. അപ്പോൾ നിങ്ങൾ ഡൗട്ടുകൾ കമൻറ്റ് ചെയ്യുക. ഞാൻ കുറച്ചുകൂടെ ക്ലാരിറ്റി ആയിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ റിപ്ലൈ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ തരുന്നതാണ്. ഓക്കെ, താങ്ക് യു.